അവരുടെ മുതുകത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം. ഒരു യുദ്ധക്കളത്തിൽ നിന്ന് മറ്റൊരു യുദ്ധക്കളത്തിലേക്ക് ചാട്ടുളിയുടെ വേഗത്തിൽ ചേറിപ്പാഞ്ഞു പോകുമ്പോഴും അമ്മയുടെ ദൗത്യം മറന്നിരുന്നില്ല. എവിടുന്നാണ് വരുന്നത്, എപ്പോഴാണ് ഈ മിന്നലാക്രമണം വരുന്നത് എന്നറിയാതെ കാത്തിരുന്ന സമയം ബ്രിട്ടീഷുകാർ തളർന്നു. 1, 2, 3, 4, 5 9-ാം ദിവസം രാത്രിയിൽ ബ്രിട്ടീഷ് പട്ടാളം ഉറങ്ങുമ്പോൾ 30 അടി പൊക്കമുള്ള കരിങ്കൽ കോട്ട ചാടി കുതിരപ്പുറത്ത് രക്ഷപ്പെടുകയാണ്. ഝാൻസി റാണിയുടെ ജീവിതം ഇതിഹാസ തുല്യമാണ്. അതിന് പകരം വെക്കാൻ മറ്റൊരു ചരിത്രം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലില്ല. ബ്രിട്ടീഷുകാരൻ പോലും രണചണ്ഡികയെന്നും നിണചണ്ഡികയെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിശുദ്ധ മാലാഖയെന്നും പറഞ്ഞ് വിളിച്ചിരുന്ന ഒരു 23-കാരി സന്ധ്യാദോപ്പിയോടൊപ്പം കളരിയിൽ പ്രവേശിച്ച് എല്ലാ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബാലപാഠങ്ങളും പഠിച്ച് സ്വന്തം ഭർത്താവ് മരിച്ചതിനു ശേഷം, ഗംഗാധർ റാവു മരിച്ചതിനു ശേഷം ദത്താവകാശ നിരോധന നിയമം അനുസരിച്ച് തൻ്റെ രാജ്യം ബ്രിട്ടീഷുകാരൻ ഏറ്റെടുക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ അതിനെതിരായി പടപൊരുതി, അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിന്ന് പൊരുതിയ വനിത. അവർക്കൊരു വളർത്തപുത്രൻ ഉണ്ടായിരുന്നു, ദാമോദരൻ എന്നാണ് പേര്, 3 വയസ്സുകാരൻ. അവരുടെ ഫോട്ടോ കണ്ടാൽ അറിയാം, എപ്പോഴും അവരുടെ മുതുകത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം. ഒരു യുദ്ധക്കളത്തിൽ നിന്ന് മറ്റൊരു യുദ്ധക്കളത്തിലേക്ക് ചാട്ടുളിയുടെ വേഗത്തിൽ ചേറിപ്പാഞ്ഞു പോകുമ്പോഴും അമ്മയുടെ ദൗത്യം മറന്നിരുന്നില്ല. അമ്മയെ നാം പകരം വെക്കാനില്ലാത്ത മൂല്യബോധത്തിൻ്റെ ഒരു വിസ്മയച്ചെപ്പായിരുന്നു ഝാൻസി റാണി. പോരാളിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ പടക്കളത്തിൽ നിന്ന് പടക്കളത്തിലേക്ക് പാഞ്ഞു പോകുമ്പോഴും മകൻ എന്ന അമ്മയുടെ ദൗത്യം മറക്കാതെ മകനെ എങ്ങനെ മാറോട് ചേർത്ത് വെച്ച് കെട്ടി പോകുന്ന രംഗം ആലോചിച്ചു നോക്കൂ. ബ്രിട്ടീഷുകാരൻ്റെ ഒളിമാളങ്ങളിൽ തീമഴ പെയ്യിപ്പിച്ച, എന്നും ബ്രിട്ടീഷുകാർക്ക് പേടിസ്വപ്നമായ അമ്മ മാറിയ, എപ്പോഴാണ് ഇടുത്തി പോലെ ഝാൻസിയുടെ സേന വന്നിറങ്ങുന്നതെന്നറിയാതെ ബ്രിട്ടീഷുകാർ പേടിച്ചിരുന്നൊരു കാലം 1857 കാലഘട്ടം. എവിടുന്നാണ് വരുന്നത്, എപ്പോഴാണ് ഈ മിന്നലാക്രമണം വരുന്നത് എന്നറിയാതെ കാത്തിരുന്ന സമയം ബ്രിട്ടീഷുകാർ തളർന്നു. അവസാനം ബ്രിട്ടീഷുകാർ സർ ഹ്യൂറോസ് വിൽസൺ എന്ന പട്ടാള ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണ്. 600 സൈനികരെ നിയമിക്കുന്നു ഝാൻസിയെ പിടിക്കാൻ. പകൽ ഏതെങ്കിലും ഒളിമാളങ്ങളിൽ വിശ്രമം, രാത്രിയിൽ ബ്രിട്ടീഷുകാരുടെ കോട്ടകൾക്ക് മേൽ കടന്നാക്രമണം. ഇതായിരുന്നു ഝാൻസിയുടെ തന്ത്രം. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഉറക്കമില്ലാത്ത രാവുകൾ സൃഷ്ടിച്ച് ഝാൻസിയെ പിടിക്കാൻ ഈ ഹ്യൂറോസ് വിൽസന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ജാഗരൂകരായി കാത്തിരിക്കുമ്പോഴാണ് രാത്രിയിലേതോ പകലേതോ വനാന്തരങ്ങളിൽ വിശ്രമിക്കുന്ന സമയത്ത് ആരോ ഒറ്റുകൊടുത്ത് ഝാൻസിയെ പിടിക്കുന്നുണ്ട്. ഝാൻസി തടവിലാക്കുന്നു. തടവിലാക്കുന്ന ഝാൻസി കോട്ടയിൽ 9 ദിവസം 600 സായുധ പട്ടാളക്കാർ കാവലാണ്. 1, 2, 3, 4, 5 9-ാം ദിവസം രാത്രിയിൽ ബ്രിട്ടീഷ് പട്ടാളം ഉറങ്ങുമ്പോൾ അറിയാതെ കണ്ണടച്ചു പോയല്ലോ കാവൽക്കാർ. ആ സമയം 30 അടി പൊക്കമുള്ള കരിങ്കൽ കോട്ട ചാടി തൻ്റെ മകനെയും കൊണ്ട് വിശ്വസ്തനായ രാമചന്ദ്ര റാവുവിനോടൊപ്പം കുതിരപ്പുറത്ത് രക്ഷപ്പെടുകയാണ് 2 കുതിരകളുമായി. നേരെ പോയത് കാൽപ്പി എന്ന സ്ഥലത്തേക്കാണ്. എന്തിനാ കാൽപ്പിയിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ, കാൽപ്പി എന്ന ബ്രിട്ടീഷുകാരുടെ സാമന്ത പദവി സ്വീകരിക്കാത്ത രാജ്യമാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ആളും അർത്ഥവും കിട്ടും. പക്ഷേ ഈ പോയ വഴി തന്നെ ബ്രിട്ടീഷുകാർ ഉണർന്നെണീറ്റു. കൂട്ടിലെ കിളി പറന്നുപോയി, എവിടെയോ രക്ഷപ്പെട്ടു. അവർ പരിഭ്രാന്തരായി നാടിൻ്റെ നാനാഭാഗത്തേക്കും സേനയെ അയച്ചു. അങ്ങനെ വഴിവെക്കിൽ രാത്രിയിൽ ഏറ്റുമുട്ടൽ നടന്നു. ഝാൻസിയുടെ വലത് ചെവിയും വലത് കണ്ണും വെടിയേറ്റ് തെറിച്ചുപോയി. സ്വന്തം മാറാപ്പിലുണ്ടായിരുന്ന മകനെ ഇവിടെ നെഞ്ചിൽ പടച്ചട്ടയ്ക്കുള്ളിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ പാതി മുറിവേറ്റ ശരീരവുമായി നേരെ ഒരു പുഴ കടക്കുമ്പോൾ ഈ കുതിരയുടെ കാലുകൾ പുഴയുടെ ചേറിൽ താന്നുപോയി. മുന്നോട്ട് പോകാൻ കഴിയാത്ത ദശാസന്ധിയിൽ ഇവർ പതിയെ നീന്തുകയാണ്. നേരം പുലരാറായി. നീന്തി ചെറിയ പുഴ മറുകരയെത്തി അവിടെ ബോധശൂന്യയായി വീഴുകയാണ്. അപ്പോൾ ഇവർക്ക് വെള്ളമെടുക്കാൻ വേണ്ടി രാമചന്ദ്ര റാവു എങ്ങോട്ടോ പാത്രം അന്വേഷിച്ചോ മറ്റോ പോകുന്ന സമയത്താണ് ആ ചെന്ന് വീണ സ്ഥലം എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൻ്റെ പരിസരമായിരുന്നു. ഗംഗാദാസ് ബറുവ
എന്ന ഒരു സ്വാമിയുടെ ആശ്രമ പരിസരത്താണ് ഈ ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി വീണത്. ബറുവ സന്യാസി, അദ്ദേഹം സ്വാമി ബറുവ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു രൂപം കിടക്കുന്നു, ചേറും ചോരയും തിരിച്ചറിയാനാവാതെ ഒരു വികൃത രൂപം. അദ്ദേഹം പതിയെ നോക്കി, ശ്വാസനിശ്വാസങ്ങളുണ്ട്. പതിയെ അദ്ദേഹം നിലത്തിരുന്നിട്ട് ആ ചേറുപുരണ്ട തലയെ ഇങ്ങനെ മടിയിലേക്ക് വെച്ചു. കുറച്ച് വെള്ളമെടുത്ത് നദിക്കരയിൽ നിന്ന് ഇരുന്ന് കുറച്ച് വെള്ളമെടുത്ത് മുഖം കഴുകി, മുഖത്ത് വെള്ളം തെളിച്ചു. നീ ആര്? പാതി പതിഞ്ഞ ശബ്ദത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി എന്നാണ്. അപ്പം ഗംഗാദാസ് ബറുവ നേരത്തെ ധാരാളം കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ധീരവനിതയെ കാണുന്നത്. അദ്ദേഹം ഞെട്ടിപ്പോയി. ഓ, ഝാൻസിയോ? നീ ലക്ഷ്മിഭായിയോ? എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ അവരപ്പോൾ അവശയായി കഴിഞ്ഞു. അവർ പെട്ടെന്ന് തൻ്റെ ഈ ദേഹത്ത് കെട്ടിവെച്ചിട്ട് തുണിയിലുള്ള മകനെ അഴിച്ചെടുത്ത് ഇങ്ങനെ ഭഗവാന്റെ തൃച്ചേവടികൾ സമർപ്പിക്കുന്ന പൂക്കൾ പോലെ വയ്ക്കുകയാണ്, കൊച്ചിനെ വെക്കുകയാണ്. സന്യാസി ഇതൊന്നും പിടികിട്ടുന്നില്ല. എന്തുവാണ്? അവരുടെ വസ്ത്രം എപ്പോഴും പുരുഷവേഷം ധരിച്ചാണല്ലോ പോവുക, പാൻറ്റും ഷർട്ടും. പടക്കളത്തിലേക്ക് പോകുന്നത് ആ പുരുഷവേഷത്തിനിടയിൽ വെച്ചിരുന്ന ഈ താക്കോൽ കൂട്ടം എടുത്ത് സന്യാസിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സന്യാസി പറയും, ഇതെന്തിന്? പറയും, ഇതെൻ്റെ ഖജനാവിൻ്റെ താക്കോലാണ്. ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കാതിരിക്കാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഖജനാവ്, ഏതോ പാറമടകളിൽ ഒളിച്ചു വെച്ചിട്ടുള്ള ഖജനാവിൻ്റെ താക്കോലാണ്. ഖജാന എന്ന് വെച്ചാൽ വലിയ ഇരുമ്പ് പെട്ടി, അത് അങ്ങ് സ്വീകരിക്കണം. അപ്പോൾ സന്യാസി പറഞ്ഞു, എനിക്കെന്തിനാ? ഞാനെല്ലാം ത്യജിച്ചവനാണ്, എല്ലാം ഉപേക്ഷിച്ചവനാണ് സന്യാസി, എനിക്ക് വേണ്ട. ഈ സമയത്ത് ആ പരിചാരകൻ രാമചന്ദ്ര റാവു വെള്ളവുമായിട്ട് വരുന്നുണ്ട്. വെള്ളം കുടിക്കുന്നു. അപ്പോൾ ചെറിയൊരു ആശ്വാസം പോലെ തോന്നി. ചാരി ഇരുന്നിട്ട് ആ ഗംഗാദാസ് ബറുവയുടെ ദേഹത്തേക്ക് ചാരി ഇരുന്നു കൊണ്ട് ഝാൻസി താക്കോൽ കൂട്ടം കൊടുത്ത് നിർബന്ധിക്കുന്നു, അങ്ങൊന്ന് വാങ്ങണം. അപ്പം അത് വാങ്ങാതിരിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഒരു ദേശസ്നേഹം തുളുമ്പുന്ന വരികൾ. നമ്മളത് മലയാളത്തിൽ പാടിയിട്ടുണ്ട്. ഇലയും നടരും നേരം വിടരും മറ്റൊന്നതിനെ പിന്തുടരാൻ, അതിനാൽ വൻമരം ഇനിയും വളരും തളരും പാന്തന് തണലേകാൻ. ഞാനാകുന്നൊരു ഇല അടർന്നു പോയേക്കാം, കൊഴിഞ്ഞു വീഴേക്കാം, പക്ഷേ ആയിരക്കണക്കിന് ഇലകൾ അവിടെ മുളച്ചു വരും. അതിൻ്റെ തണൽ പറ്റി ഈ പെറ്റുപോറ്റിയ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് അഗ്നി പകരാൻ, കരുത്തു പകരാൻ ആയിരങ്ങൾ നടന്നു വരും. അവർക്ക് ആയുധം വാങ്ങാൻ എൻ്റെ ഖജനാവിലെ പണം ഉപയോഗിക്കണം. മുമ്പിലിരുത്തിയിട്ടുള്ള മകനെ ഡോക്ടറാക്കാനോ എഞ്ചിനീയറാക്കാനോ ഉപയോഗിക്കണമെന്നല്ല. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് ആയുധം വാങ്ങാൻ ഈ പണം എടുക്കണമെന്ന് സന്യാസിയോട് പറഞ്ഞ് താക്കോലേൽപ്പിക്കുന്നു. അപ്പം തന്നെ ഇവരുടെ ബോധം ഏകദേശം മുഴുവൻ പോയി കഴിഞ്ഞിരുന്നു. അവസാനം ശബ്ദത്തിൽ പതുങ്ങിയ ശബ്ദത്തിൽ പറയുകയാണ്, എനിക്കൊരു അപേക്ഷയുണ്ട്. സന്യാസി ചോദിച്ചു, എന്താ? എന്നെ ചിതയിരിക്കണം. അക്ഷരാർത്ഥത്തിൽ അപ്പോൾ സന്യാസി ഞെട്ടി. മരിച്ചിട്ടില്ല, ആ ശരീരത്തിന് ചട്ടക്കൂടിൽ നിന്ന് പ്രാണൻ പറന്നു പോയിട്ടില്ല. മരിക്കാത്ത ലക്ഷ്മിയെ ചിതയിരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് സന്യാസി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. സന്യാസി ചോദിച്ചേ പറയുന്നു, ബ്രിട്ടീഷുകാർ എന്നെ അന്വേഷിച്ച് പുറകെ വരുന്നുണ്ട്. അവർ തൊട്ട് അശുദ്ധമാക്കുന്നതിന് മുമ്പ്, ബ്രിട്ടീഷുകാരൻ എൻ്റെ ശരീരത്തിൽ തൊട്ട് എന്നെ അശുദ്ധമാക്കുന്നതിന് മുമ്പ് എന്നെ ചിതയിരിക്കണം. കാരണം ഞാൻ ഈ ഭാരതാംബയുടെ തൃച്ചേവടികളിൽ സ്വന്തം ചോര കൊണ്ട് തിലകം ചാർത്തി വ്രതമെടുത്ത വ്രതധാരിയാണ്. അമ്മയുടെ തൃച്ചേവടികളിൽ ഞാൻ ഒടുങ്ങുമ്പോഴും ആ വ്രതശുദ്ധിയോടെ, കാരണം ഈ ചെള്ളരിച്ച തറയിൽ വീണ് വാടിയ പൂവാരും പൂജയ്ക്ക് എടുക്കാറില്ലല്ലോ. മരങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുന്ന നല്ല പുഷ്പങ്ങളിൽ സമർപ്പിക്കാറുള്ളത്. വിശുദ്ധിയോടുകൂടി എനിക്ക് ഈ ഭാരതാംബയുടെ പതകമലങ്ങളിൽ വിലയം പ്രാപിക്കണം, അതുകൊണ്ട് എന്നെ ചിതയിരിക്കണമെന്ന് പറയുകയാണ്. ആ ബാൽശാസ്ത്രി ഹർദാസ് എഴുതിയിട്ടുള്ള സായുധ സ്വാതന്ത്ര്യ സമരം എന്ന ഹിന്ദി പുസ്തകത്തിൻ്റെ മലയാളം പതിപ്പ് വായിക്കുമ്പോൾ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന രംഗങ്ങളാണ് ഈ ഭാഗങ്ങൾ. 1857 ഒക്ടോബർ 23-നോ 24-നോ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ബാബാ ഗംഗാദാസ് ബറുവയുടെ ആശ്രമ പരിസരത്ത് അഗ്നിനാളങ്ങൾ ലക്ഷ്മിയെ ഏറ്റുവാങ്ങുകയാണ്. മരിക്കാത്ത ലക്ഷ്മിയെ. അവിടെ ഉണ്ടായിരുന്ന ഉണക്ക ഇലകളും ഉണക്ക മരച്ചില്ലകളും കൂട്ടിയിട്ട് മരിക്കാത്ത ലക്ഷ്മിക്ക് ഗംഗാദാസ് ബറുവയും ആ രാമചന്ദ്രദാസും കൂടി ചേർന്ന് ചിതയൊരുക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഇന്ന് ആ ലക്ഷ്മി, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി പുനർജനിച്ചു വന്നാൽ എന്തായിരിക്കും നമ്മോട് ചോദിക്കുന്നത്? ഇതിനായിരുന്നോ ഞാൻ എൻ്റെ യൗവനം നശിപ്പിച്ചത്? ഇതിനായിരുന്നോ എൻ്റെ ആയുസ്സും വൗസും ഞാൻ ഒടുക്കിയത്? ഇതിനായിരുന്നോ ഞാൻ നേടിയ സമ്പത്ത് മുഴുവൻ എൻ്റെ കുഞ്ഞിനെപ്പോലെ ഉപേക്ഷിച്ച് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഞാൻ ബലി കൊടുത്തത് എന്ന് ചോദിക്കും. കാരണം അത്ര നന്ദികേടാണ് പുതിയ തലമുറ ഇവരോട് കാണിക്കുന്നത്.
മനസ്സിലെങ്കിലും ദിവസേന സ്മരിക്കാതിരുന്നാൽ ഈ ശാപം നമുക്ക് ഒരു വാൾത്തല പോലെ നമ്മുടെ തലയ്ക്ക് മുമ്പിൽ തൂങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇത്തരം സ്വാതന്ത്ര്യ സമര പോരാളികളെ സ്മരിക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും പുതിയ തലമുറ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.